ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു JM ജേണി. കുറച്ച് അപ്ഡേറ്റ് ആണ്, പെട്ടെന്ന് പറയാട്ടോ. ഇത് ആദ്യം പറയുന്നത് ബബ്ബ എന്ന് പറഞ്ഞ സിനിമയുടെ, അത് ഭയം ഭക്തി ബഹുമാനം എന്ന് പറയുന്ന ദിലീപ് ഏട്ടന്റെ അടുത്തായിട്ട് വരാൻ നിൽക്കുന്ന സിനിമ. വലിയ പ്രതീക്ഷയിൽ ദിലീപ് ഫാൻസ് ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന സിനിമയാണ്. കാരണം ഇത് ലാലേട്ടൻ ഒരു വേഷം ചെയ്യുന്നുണ്ട് എന്നുള്ള റൂമർ അവിടെ ഉണ്ട്. പക്ഷെ നമുക്കതിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിലും വന്നിട്ടില്ല. പക്ഷെ ലാലേട്ടന്റെ ബർത്ത്ഡേക്ക് ഇതിന്റെ ഡയറക്ടർ അതൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരു കൈ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് ഇവിടെ ഒരു മോതിരൊക്കെ ഇട്ട് പരിപാടി. അപ്പൊ ലാലേട്ടൻ ഉണ്ടോ എന്നുള്ളൊരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു അത്. എന്തായാലും ബബ്ബയുടെ ഒരു പോസ്റ്റർ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. മേജർ അപ്ഡേറ്റ് ഓൺ July 4 എന്നാണ് പറയുന്നത്. July 4 അദ്ദേഹത്തിന് വലിയ വിശ്വാസമുള്ള ദിവസമാണ്. ഇവിടെ ആദ്യ സിനിമ ഇറങ്ങിയതും July 4 എന്നൊരു ഡൗട്ട് ഉണ്ട്. ആൻഡ് July 4 എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയത് പക്ഷേ ഫ്ലോപ്പ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴും അത്തരം വിശ്വാസങ്ങളൊക്കെയാണ്. ആ വിശ്വാസമൊന്നും വലിയ കാര്യമില്ല. പക്ഷെ പടം നന്നായി വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ആൻഡ് ഇതിൽ വിനീത് ശ്രീനിവാസൻ നോ മോർ ക്രിഞ്ച് പരിപാടികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മേജർ അപ്ഡേറ്റ് July 4 ജൂലൈ ഒരു മാസം ഇനിയും വെയിറ്റ് ചെയ്യണം. എന്തിനാണ് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ സാധനം തിട്ടൊന്നും അറിയില്ല. സോ ജസ്റ്റ് ഒരു ഓളം ഉണ്ടാക്കാം എന്നുള്ളതുകൊണ്ടായിരിക്കാം. അടുത്തത് കാട്ടാളൻ. ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് കാട്ടാളൻ. ബിക്കോസ് മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ ആയതുകൊണ്ട് മാത്രമല്ല, പെപ്പെ ആണെങ്കിലും ഇതിൽ കൊടുത്തിട്ടുള്ള ഇതുവരെ നല്ല പോസ്റ്റേഴ്സ് ആണെങ്കിലും അതായത് അപ്ഡേറ്റുകളാണ്, നല്ല ഗ്യാരണ്ടി സാധനങ്ങളാണ്. ഇപ്പൊ നോക്ക്, ലാസ്റ്റ് ഒന്നുള്ള അപ്ഡേറ്റ് ഇതാണ്. അത് മ്യൂസിക് ഡയറക്ടർ ബി അജനീഷ് ലോക്നാഥ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജോയിൻ ദ ഹണ്ട്, അതായത് മംഗൾവാരം. നല്ല സിനിമയാണ്, ഭയങ്കര സംഭവമല്ല, ഒരു പരീക്ഷണം പോലെ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. കണ്ടിട്ടുള്ള എത്ര ആളുകളുടെ അറിയില്ല. പക്ഷെ അതിന്റെ BGM ഒരു രക്ഷയില്ലാത്ത BGM ആയിരുന്നു. ആൻഡ് എടുത്തു പറയേണ്ടതിന് ശേഷം ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്, അയ്യോ കാന്താര, അയ്യോ എന്താ BGM, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അപ്പോൾ അമ്മ അതിൽ ആളൊക്കെയാണ് ഈ കാട്ടാളിൽ മ്യൂസിക് ചെയ്യാൻ കൊണ്ടുവരുന്നത്. പുള്ളിയാണ് ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത്, അജനീഷ് ലോക്നാഥ്. സോ അത് മാത്രമല്ല, ഇത് കാണുമ്പോൾ തന്നെ ഇതിന്റെ ആ പോസ്റ്ററിന്റെ ഒരു ക്വാളിറ്റി നോക്കി, എന്ത് ക്വാളിറ്റി പോസ്റ്ററാണ്. ഭയങ്കര പ്രതീക്ഷയുണ്ട്. എന്തായാലും ക്യൂബ്സ് എന്റർടൈൻമെന്റ്, ദ വൈൽഡ് കോൾസ്, ദ ഫയർ റോസ്, ദ മാസ്ട്രോ അറീവ്ഡ്. വെൽക്കം ബി അജനീഷ് ലോക്നാഥ് to the world of Kattalan. Sharif Muhammad presents Kattalan, starring Peppe as Anthony Varghese, directed by Paul George, music by B. Ajanish Loknath, a Cubes Entertainment release, a Cubes International initiative. കൊള്ളാം, കാട്ടാളൻ വൻ പ്രതീക്ഷയാണ്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിതിൻ ലാൽ, അതായത് RRRന് ശേഷം ലാലേട്ടന് വെച്ചൊരു പടം പ്ലാൻ ചെയ്തിരുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ഉദ്ദേശിച്ച പോലെ നടക്കാതെ പോയി എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ ഫൈനലി വരുന്നത് ഇതാണ്, അദ്ദേഹത്തിനോട് കഥ പറയാൻ സാധിച്ചിട്ടുണ്ടെന്നും അത് ലാലേട്ടന് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആൻഡ് ഒഫീഷ്യലി ചെയ്യുമോ ചെയ്യില്ലയോ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു കാര്യം പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു, അങ്ങനെ സംഭവിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ മനി എന്ന് ലാലേട്ടൻ പറഞ്ഞു. ഏറെ നാളുകൾ ആഗ്രഹിച്ച ഒടുവിൽ ലാലേട്ടനോട് ഒരു കഥ പറയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ലാലേട്ടൻ പറഞ്ഞെങ്കിൽ ഇത് നടക്കട്ടെ എന്നായിരിക്കുമല്ലോ. സോ പ്രതീക്ഷിക്കാം, ഒരു ഫാൻ ബോയ് സംഭവം ലോഡിംഗ് ആണ്. അടുത്തത് അല്ലു അർജുൻ ഫിലിം, 4 നായികമാരുണ്ടാവും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ പടം 800 കോടിയൊക്കെ ബജറ്റ് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എനിക്കറിയില്ല 800 കോടി ബജറ്റിലൊക്കെ എന്താണ് ഉദ്ദേശിക്കണമെന്ന്. എന്തായാലും ദീപിക പദുക്കോൺ, മൃണാൽ താക്കൂർ, ജാൻവി കപൂർ ആൻഡ് ഭാഗ്യശ്രീ ബോസ്. ഈ ഭാഗ്യശ്രീ ബോസിനെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചെറിയൊരു നമ്മുടെ എന്താ പറയുക, രശ്മികയും പിന്നെ വേറെ ആരൊക്കെ മിക്സ്, മൃണാളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ലുക്കൊക്കെയാണ് ഫീൽ ചെയ്യുക. എന്തായാലും ഇത്രയും ആളുകൾ ഇതിലുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ദീപിക പദുക്കോൺ, മൃണാൽ താക്കൂർ, ജാൻവി കപൂർ ആൻഡ് ഭാഗ്യശ്രീ ബോസെ ആർ സെറ്റ് ടു സ്റ്റാർ ഇൻ അറ്റ്ലീസ് അപ്കമിംഗ് ഫിലിം വിത്ത് അല്ലു അർജുൻ, tentatively titled AA22A6. Discussion are also underway for a 5th female lead. എൻ്റെ അമ്മോ. Though no official confirmation has been made, fans eagerly await the formal announcement. എന്ന് പറഞ്ഞാൽ 5ാമത് ഒരാളോ, ഇവൻ ആരാണ് ഇതില്, അല്ലുമാമൻ. നെക്സ്റ്റ് ജയിലറിൽ മാത്യു എന്ന് പറഞ്ഞ കഥാപാത്രം വരുന്നുണ്ട്. നമ്മുടെ ലാലേട്ടന്റെ കഥാപാത്രമാണ്. കേരള ഫാൻസ് എസ്പെഷ്യലി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റോളുമാണ്. കഴിഞ്ഞതിൽ 5 മിനിറ്റ് ആണെങ്കിൽ ഇതിലൊരു 10-15-20 മിനിറ്റോളം നിൽക്കുന്ന ഒരു എന്താ പറയാ എക്സ്റ്റെൻഡഡ് ക്യാമിയോ ആണ് എന്നാണ് കേൾക്കുന്നത്. പക്ഷേ എല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ട്, വർമ്മന് പകരം ആര് വരും, വിനായകന് പകരം ആര് വരും? എന്തൊക്കെ പറഞ്ഞാലും വിനായകന്റെ റോൾ അത് ഗംഭീരമായിരുന്നു. അതിൽ ഏറ്റവും ബെസ്റ്റ് റോളും അദ്ദേഹത്തിൻ്റെതായിരുന്നു. അതിന് പകരം SJ സൂര്യൻ കേൾക്കുന്നുണ്ട്. നമ്മുടെ SJ സൂര്യൻ എന്തെല്ലാം പടത്തിലുണ്ട്. അതല്ലാതെ പറഞ്ഞു കേൾക്കുന്ന പേര് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിന്. പക്ഷെ വിനായകനോളം എത്തുമോ, വർമ്മനോളം എത്തുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. വർമ്മനും ഇവർ എഴുതി ഉണ്ടാക്കിയതാണ്. വർമ്മൻ അത്ര ഗംഭീരമാക്കിയിട്ടുണ്ടെങ്കിൽ മറ്റാളുകളെ വെച്ച് അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് വേറൊരു കാര്യം. പക്ഷെ ഇതിൽ പറഞ്ഞു കേൾക്കുന്നത് മോഹൻലാലിന്റെ മാത്യു മാത്രമല്ല, വർമ്മനും തിരിച്ചെത്തും.
ജയിലർ 2-ൽ വിനായകനും ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇത് തമിഴ് ചാനലുകളിലും തമിഴ് മീഡിയയിലൊക്കെ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും ഇതിന്റെ നെൽസന്റെ ഭാഗത്തുനിന്നോ മറ്റു ക്രൂവിന്റെ ഭാഗത്തുനിന്നോ ഒന്നും തന്നെ വന്നിട്ടില്ല. നെക്സ്റ്റ് നമുക്കറിയാം രാമായണം ഒരുങ്ങുന്നുണ്ട് ബോളിവുഡിൽ. നമ്മുടെ ദീപിക പദുക്കോണാണ്, അതുപോലെ യശ് ആണ് അതിൽ രാവണനായിട്ട് വരുന്നത്. വൻ പ്രതീക്ഷയാണ് അതിൽ. എല്ലാവരും രാവണന് അദ്ദേഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള നിലപാടൊക്കെ എടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൽ രാമനായിട്ട് വരുന്നത്, ശ്രീരാമനായിട്ട് വരുന്നത് രൺബീർ കപൂറാണ്. പക്ഷെ ഇവർ രണ്ടു പേരും തമ്മിലുള്ള സ്ക്രീൻ സ്പേസ് അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കുറവായിരിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഭാഗങ്ങൾ കുറയും. രൺബീർ കപൂർ ശ്രീരാമനായും യാഷ് രാവണനായും എത്തുന്ന രാമായണത്തിൽ ഇരുവരും ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഭാഗങ്ങൾ കുറവായിരിക്കും എന്നാണ് റിപ്പോർട്ട്. വാൽമീകിയുടെ രാമായണത്തോട് പരമാവധി നീതി പുലർത്തിയാണ് ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നത് എന്ന് കേൾക്കുന്നുണ്ട്. ഇവിടെ ഒരു ഡൗട്ട്, ഇപ്പൊ ഞാൻ ഇപ്പോ അമീഷിന്റെ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് രാം സീത ട്രയോളജി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിൽ അവിടെ 3 പ്രധാനപ്പെട്ട ആളുകളെ വരുന്നത്. ഒന്ന് രാമൻ ഓഫ് കോഴ്സ്, 2 സീത, അത് മിഥിലയിലെ അങ്ങനെ എന്തോ അതിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. മറ്റേത് ഇക്ഷാ വംശത്തിലെ രാജാവ് എന്ന രീതിയിലാണ് നമ്മുടെ രാമൻ വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും രാമൻ, സീത, രാവണൻ 3 പേരിൽ ഒരാളെയും ഒഴിച്ചു മാറ്റിയിട്ട് നമുക്ക് രാമായണം ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോ ഇതിൽ 3 പേർക്കും ഈക്വലി, അല്ലെങ്കിൽ ആ വാൽമീകിയുടെ രാമായണത്തിലാണെങ്കിലും നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് വേണം വരാൻ. ഇവർ പറഞ്ഞാൽ മാത്രം പോരാ. അങ്ങനെ വരുമ്പോൾ രാമനും രാവണനും തമ്മിലുള്ള സ്ക്രീൻ സ്പേസ് കുറയും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? ഇതിൽ ഒരു കമന്റിന് ഉണ്ട്, അപ്പോ രാമൻ രാവണനെ ഓൺലൈൻ വഴി യുദ്ധം ചെയ്യും എന്ന്. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെയുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ 2 പേർക്ക് നടക്കുന്ന കുറേ കാര്യങ്ങൾ വേറെയാണ്. കഥ പറഞ്ഞപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു പക്ഷെ 2 3 ഭാഗമായിട്ടൊക്കെ പറയാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, ആദ്യ പാർട്ടിൽ അവർ തമ്മിലുള്ള കണക്ഷൻ കുറവായിരിക്കും. കാരണം ആദ്യം രാവൻ എങ്ങനെ സംഭവിച്ചു, അവരെങ്ങനെ വന്നു, എങ്ങനെ മുന്നോട്ട് വന്നു, എങ്ങനെ അദ്ദേഹത്തിന്റെ രാജാവ് എന്ന രീതിയിൽ ആളുകൾ എങ്ങനെ അംഗീകരിച്ചു തുടങ്ങിയിട്ടില്ല. ആദ്യം അംഗീകരിക്കുന്നൊന്നുമില്ല. സ്വന്തം വംശത്തിൽ തന്നെ ഒരു രാജാവിനോട് തുല്യനായിട്ടുള്ള ഒരാളുണ്ട് എന്നുണ്ടെങ്കിലും ആളുകൾ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല. പിന്നീട് ആ സ്ഥാനത്തേക്ക് വരികയാണ് രാമൻ. ഞാൻ പറയുന്നത് അമീഷിന്റെ കഥ വായിച്ച ഒരു ബേസിസിലാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് സീതയിലേക്ക് വന്ന് സീതയും തമ്മിലുള്ള വിവാഹം, മറ്റു കാര്യങ്ങളും അത് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പ്രധാന കഥാപാത്രമാണ് രാവണൻ. അപ്പൊ മുഴുവനായിട്ട് ഒറ്റയടിക്ക് രാമായണം പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ 2.5-3 മണിക്കൂറിൽ നിങ്ങൾ അത് ഒരു ബ്രീഫ് എന്ന രീതിയിൽ നിർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്ക്രീൻ ടൈം വേണം. അതല്ല 2 ഭാഗമായിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ സ്ക്രീൻ ടൈം വരേണ്ട ആവശ്യമുള്ളതാണ്. എസ്പെഷ്യലി ലാസ്റ്റ് നടന്നുള്ള യുദ്ധവും കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നതാണ്. ആ സമയത്തൊക്കെ പുള്ളിയില്ലാതെ നടക്കൂല പരിപാടി. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഇത് 2 പാർട്ടാണെങ്കിൽ ഓക്കെയാണ്, അല്ലെങ്കിൽ അത് വളരെ മോശമായി പോയി എന്നാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തൂ. താങ്ക് യു സോ മച്ച് വാച്ച് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ചാരാ.